ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിനൂസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മുസംബി ജ്യൂസാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി 2 ഓറഞ്ച് നിറത്തിലുള്ള മുസംബിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം. മുസംബിയുടെ തൊലി നല്ല കട്ടിയുള്ളതാണ്. കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കാം. ഇതുപോലെ തന്നെ 2 മുസംബിയുടെ തൊലി നമുക്ക് ചെത്തിയെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ 2 മുസംബിയുടെയും തൊലി ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലെ കുരുവെല്ലാം മാറ്റിയെടുക്കാം. ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മുസംബി ഒന്നുകൂടി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ 2 മുസംബിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുസംബി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല തണുപ്പിച്ച വെള്ളമാണ്. ഞാനിവിടെ 2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ മുസംബി ജ്യൂസ് നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ് എടുക്കാം. അതിലേക്ക് 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മുസംബി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുസംബി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.